ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വൃന്ദാവനത്തിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരില് കൈപ്പറമ്പില് പുത്തൂരാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരും. തൃശ്ശൂരുള്ള പലർക്കും ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിയണം എന്നില്ല. ഇതൊരു കൃഷ്ണ ക്ഷേത്രമാണ്. നമുക്ക് ഇതിന്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം കാണാം. വാ. (2016) ഇസ്കോൺ ടെമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ. നമ്മുടെ തിരക്കുകളും കുറെ ടെൻഷനും നമ്മുടെ കുറെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ ഭഗവാന്റെ പ്രസൻസ് ഉള്ള എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു പ്രത്യേക ആംബിയൻസ്. ഇവിടുത്തെ രീതികളെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5 മുതൽ 12:30 വരെ ഇത് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ വൈകിട്ട് 4:00-ക്കും 7:30 വരെയും 7 തവണയാണ് ഇവിടെ പൂജകളുള്ളത്. ഇതിൻ്റെ ക്ലാസ്സുകളുണ്ട്. അമ്പലവും ചുറ്റും വീടും ഒക്കെ ആയിട്ട് കുറേ വീടുകളൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം. മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഭഗവാന്റെ സാന്നിധ്യമുള്ള ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇത് നമ്മുടെ ബഹ്റൈനിലുള്ള കുറേ ഡിവോട്ടീസ് ചേർന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള വൃന്ദാവനം എന്ന് പറയുന്നതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ ഭംഗി ഇവിടെ വന്നു പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ. നിങ്ങൾ ഈ കാണുന്ന അമ്പലം സൗത്ത് വൃന്ദാവൻ ഇസ്കോൺ ഹരേ കൃഷ്ണ ക്ഷേത്രമാണ്. കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു രാധാകൃഷ്ണ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം ഇസ്കോൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന്റെ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം തുടങ്ങിയിരിക്കുന്നത് ബഹറിൽ നിന്നും വന്ന കുറച്ച് ഭക്തന്മാര് ഒന്നിച്ചുകൂടി ഉണ്ടാക്കിയ ഒരു അമ്പലവും അതിൻ്റെ ചുറ്റിലും ഭക്തന്മാരും ഉണ്ട് ഇവിടെ. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അതിമനോഹരമായ അമ്പലമാണ്. വൃന്ദാവനത്തിൽ പോകാൻ നിങ്ങൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും തൃശ്ശൂരിനടുത്തുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളുടെ സനാതന ധർമ്മം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. സനാതന ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെ നിങ്ങൾക്ക് ഇവിടെ കണ്ട് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സൗഭാഗ്യവുമുണ്ട് ഈ അമ്പലത്തിലേക്ക് വന്നാൽ. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വരിക. ഹരേ കൃഷ്ണ.